ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് നടൻ ഫഹദ് ഫാസിലും നസ്രിയയും പറഞ്ഞതു മുതൽ സോഷ്യൽ മീഡിയയിൽ നിന്നും വ്യാപക ആക്രമണമാണ് ഉണ്ടായത്. ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസമായിരുന്നു പലരും കുറ്റമായി കണ്ടെത്തിയത്. വിവാഹ നിശ്ചയത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരം ചോദ്യങ്ങളെ താരങ്ങൾക്ക് നേരിടേണ്ടി വരികയും ഫഹദ് അസ്വസ്ഥനായി പെരുമാറുകയും ചെയ്തിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള താരങ്ങളുടെ ജീവിതം കണ്ട് വിമർശിച്ചവർ പോലും അസൂയപ്പെട്ടിട്ടുണ്ടാവും. അത്രത്തോളം സന്തോഷത്തിലും സ്നേഹത്തിലാണ് ഇരുവരും ജീവിച്ചത്. എന്നാലിപ്പോൾ താൻ കുറച്ചുനാളായി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണെന്ന് വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് നസ്രിയ. ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച എഴുത്ത് വൈറലായോടെ നടി പറയാൻ ഉദ്ദേശിച്ച സംഭവം എന്താണെന്ന് അറിയാതെ ആരാധകരും കുഴഞ്ഞു. വൈകാരികമായിട്ടും അല്ലാതെയും താൻ പ്രശ്നങ്ങളായിരുന്നെന്നും അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണെന്നും നടി പറഞ്ഞു. തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി വേണമെന്നൊക്കെയാണ് നസ്രിയ പറഞ്ഞത്. മാത്രമല്ല സുഹൃത്തുക്കളായ താരങ്ങളും സഹപ്രവർത്തകരും ഒക്കെ വിളിച്ചപ്പോഴും താൻ ഫോൺ എടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നും അതിന് കാരണം ഇതാണെന്നും നടി സൂചിപ്പിച്ചു. എന്നാൽ നസ്രിയ പറയാൻ ഉദ്ദേശിച്ച് ഫഹദുമായി വേർപിരിയുകയാണെന്ന് മാത്രം ആവരുത് എന്ന അപേക്ഷയുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത്. ദയവായി മറ്റ് സെലിബ്രിറ്റികൾ ചെയ്യുന്നതുപോലെ വിവാഹമോചനം പ്രഖ്യാപിക്കരുത്. നിങ്ങളുടെ കുറിപ്പ് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അതൊരു വിവാഹമോചന പ്രഖ്യാപനമാകല്ലെന്ന് തോന്നലുണ്ടെനിക്ക്. വളരെ ആശങ്കയോടെയാണ് നിങ്ങളുടെ പോസ്റ്റ് മുഴുവനായി ഞാൻ വായിച്ചത്. മറ്റെന്ത് ഇല്ലെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ് പോലെ നീ തീർച്ചയായും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് നസ്രിയയുടെ പോസ്റ്റിന് താഴെ ഒരാൾ കമൻ്റായി പറഞ്ഞത്. അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഫഹദും നസ്രിയയും പ്രണയത്തിലാവുന്നത്. ഇരുവരും സിനിമയിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് അഭിനയിച്ചത്. ഒരു പ്രത്യേക സീനിൽ നസ്രിയയാണ് ഫഹദിനോട് ഇഷ്ടം തുറന്നു പറയുന്നത്. അങ്ങനെ 2014 ഓഗസ്റ്റിൽ താരങ്ങൾ വിവാഹിതരായി. ആ സമയത്ത് നസ്രിയയ്ക്ക് 13 വയസ്സും ഫഹദ് ഫാസിൽ 31 വയസ്സുമായിരുന്നു. ഇരുവരും തമ്മിൽ 12 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചാണ് ചിലർ പരിഹാസമായി എത്തിയത്. 11 വർഷത്തോളം നീണ്ട ദാമ്പത്യത്തിൽ ജീവിച്ചു കാണിച്ചാണ് നസ്രിയയും ഫഹദും വിമർശകരുടെ വായടിപ്പിച്ചത്. നസ്രിയ ജീവിതത്തിലേക്ക് വന്നതോടെ ഫഹദിൻ്റെ മാറ്റങ്ങൾ തുടക്കമായെന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ ഫാസിൽ വ്യക്തമാക്കിയത്. വിവാഹത്തിന് ശേഷമാണ് ഫഹദിൻ്റെ മഹേഷിൻ്റെ പ്രതികാരമടക്കമുള്ള സിനിമകളുടെ സൂപ്പർ താര നിരയിലേക്ക് വളരുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഫഹദ് മാറി. ഇരുവരും ചേർന്ന് നിർമ്മാണ കമ്പനി തുടങ്ങുകയും വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഫഹദിന് ഉണ്ടായിരുന്നെങ്കിലും ഇതൊന്നും താരങ്ങളെ ബാധിച്ചിട്ടുമില്ല. വർഷങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം ബേസിൽ ജോസഫിനൊപ്പം സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെയാണ് നസ്രിയ മലയാളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയത്. ഈ സിനിമയ്ക്ക് ഗംഭീര റിപ്പോർട്ടാണ് എല്ലായിടത്തു നിന്നും ലഭിച്ചത്. ഇതിനുശേഷമാണ് നസ്രിയ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോലും മാറി നിന്നത്. വൈകാരികമായ പോലും പ്രശ്നങ്ങൾ വന്നതിനാണ് താൻ ഇങ്ങനെ മാറി നിന്നതെന്ന് നസ്രിയ വ്യക്തമാക്കിയത്.